ഹായ് ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറബി പരീക്ഷ ഇങ്ങ് എത്തിക്കഴിഞ്ഞു അല്ലെ. അറബി പരീക്ഷയ്ക്ക് നമുക്ക് ഒരു വർഷം 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മുഴുവൻ കാര്യങ്ങളും എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ടത്, ഏതൊക്കെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഓർത്തിരിക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ അറബി പരീക്ഷയ്ക്ക് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഭാഗമാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുണ്ട്, എന്നാൽ ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന സംശയങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രമാണ് സാറ് ഇന്ന് രാത്രി വീണ്ടും നമ്മൾ ഒരു ലൈവിലേക്ക് വരുന്നുണ്ട്. നാളെ നമ്മൾ മറ്റൊരു ലൈവ് രാവിലെ ഉണ്ടായിരിക്കും. പരീക്ഷ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് നീട്ടി തരിക എന്നത് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ള ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി നമ്മളുടെ ലൈവ് ഉണ്ടായിരിക്കും. ആ ലൈവില് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഓണപരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം ഓർത്തു വെക്കണം. അതിനുവേണ്ടി നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയും ഓണപരീക്ഷയൊക്കെ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയ മാറ്റങ്ങൾ, ശൈലി, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രീതി 5ാം ക്ലാസ്സിൽ എഴുതിയ പോലെ അല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ പരീക്ഷയ്ക്ക് കൂടുതൽ പ്രിപ്പയർ ആവണം, എങ്ങനെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം എന്നൊക്കെ വളരെ ഈസി ആയിക്കൊണ്ട് എജുബോട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനു വേണ്ടിയിട്ട് സാറ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇനി നിങ്ങൾ സാറെ കൂടെ ഉണ്ടാവണം. ഇന്ന് രാത്രിയും ഇന്ന് 7:30ക്കും നാളെ രാവിലെ ഈ നന്നായിട്ട് നമ്മുടെ ഒരുപാട് സെഷൻസ്, ക്ലാസ്സുകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുവഴി കിട്ടുന്ന ഇൻഫർമേഷൻസ്, നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അറബി എന്ന് മാത്രമല്ല എല്ലാ പരീക്ഷകളും നമുക്ക് വളരെ എളുപ്പമുള്ള പരീക്ഷകളാക്കി മാറ്റാൻ സാധിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, അറബി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 1ാമത്തെ ചോദ്യം ഒരു പാരഗ്രാഫ് വായിക്കുക, അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക എന്നതാണ്. എങ്ങനെ ഇത്തരം പാരഗ്രാഫുകൾ വളരെ കൃത്യമായി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉത്തരം കണ്ടെത്താം എന്നുള്ള കാര്യങ്ങൾ വളരെ 1, 2, 3 സ്റ്റെപ്പ് അല്ലെങ്കിൽ 4 സ്റ്റെപ്പിലൂടെ ഉത്തരത്തിലേക്ക് എത്തുവാനുള്ള ട്രിക്കുകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഏത് അറബി അറിയാത്ത കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഉത്തരത്തിലേക്ക് എങ്ങനെ പെട്ടെന്ന് എത്താം, എങ്ങനെ 1-2 വഴികളിലൂടെ, കുറുക്ക് വഴികളിലൂടെ ഉത്തരങ്ങളിലേക്ക് എങ്ങനെ എത്താം എന്ന് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ 2ാമത് പരീക്ഷയ്ക്ക് ചോദിക്കുക ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. 6ാം ക്ലാസ്സിൽ ഒരുപാട് ഗ്രാമറുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫിഅൽ മാദിയോടൊപ്പം അൻത ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഫിഅൽ മാദിയോടൊപ്പം അൻതി ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഫിഅൽ മാദിയോടൊത്ത് അന ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? നഹ്നു ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഗ്രാമർ ഭാഗം നമ്മൾ 6ാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ 1ാമത്തെ യൂണിറ്റിലുണ്ട്, 2ാമത്തെ യൂണിറ്റിലുണ്ട്, 3ാമത്തെ യൂണിറ്റിലുണ്ട്, 5ാമത്തെ യൂണിറ്റ്, 6ാമത്തെ യൂണിറ്റിലും ഒക്കെ ഒരുപാട് ഗ്രാമർ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഗ്രാമർ ഭാഗങ്ങൾ മക്കൾക്ക് വളരെ കൃത്യമായ രീതിയിൽ കുറെ അവിടെ പഠിച്ചു, കുറെ ഇവിടെ പഠിച്ചു എന്നതിനപ്പുറം എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ഉരുളയാക്കി നിങ്ങളുടെ വായിലേക്ക് ഇട്ട് തരാൻ വേണ്ടി മാത്രമാണ് സാറ് നിങ്ങളിലേക്ക് വീഡിയോസുമായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ എജുപോർട്ട് ടീം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മള് ഖാന വ അഖ്വാതുഹ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമർ ഭാഗം പഠിച്ചിട്ടുണ്ട്. ഇന്ന വ അഖ്വാതുഹ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഗ്രാമർ ഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ എല്ലാ സമയത്തും കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. കാനയും ഇനയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ആ മാറിപ്പോകുന്നതിലൂടെ നമ്മൾ അത്ര നേരം എഴുതി നമ്മുടെ മാർക്ക് തന്നെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്തുണ്ടാകരുത്, അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഒന്നും ഉണ്ടാകരുത്. അതുമായി ബന്ധപ്പെട്ട ഗ്രാമർ ഭാഗങ്ങള്, ഫിഅൽ മാദിയിൽ അൻതും ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഹുമ എന്നാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഈ മാറ്റങ്ങൾ, ദൊമീറുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് സംഭാഷണങ്ങളുണ്ട്, ഒരുപാട് ഹിവാറുകളുണ്ട്. പരീക്ഷയ്ക്ക് ഈ ഹിവാറുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പല സമയങ്ങളിലായി നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. അത്തരം സമയത്ത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഹിവാറുകളിൽ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് ടെക്സ്റ്റ് ബുക്കുകളിലെ ഹിവാറ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് ഹിവാർ എഴുതുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വളരെ എളുപ്പത്തിൽ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൂടെ പറഞ്ഞു തരും. അപ്പോൾ ഹിവാറുകൾ ഏതൊക്കെയാണ്, ഹിവാറുകൾ നിർബന്ധമായും പരീക്ഷയ്ക്ക് ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള മുഴുവൻ ഹിവാറുകളും ചുരുങ്ങിയത് ഒരു 3 തവണയെങ്കിലും മക്കൾ നിർബന്ധമായിട്ടും പഠിക്കണം. അടുത്തതായിട്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ 5ാമത്തെ യൂണിറ്റിലും 6ാമത്തെ യൂണിറ്റിലും ഒക്കെ ആയിട്ട് ഒരുപാട് പുതിയ ടേമുകൾ, പുതിയ പദങ്ങൾ പഠിക്കുന്നുണ്ട്. ആ പദങ്ങളുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ
ചോദിക്കുക, എങ്ങനെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഉത്തരങ്ങൾ എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അവിടെ ഖിസ്മുൽ ഖിർത്താസിയാത്ത്, ഖിസ്മുൽ റിയാദിയാത്ത് തുടങ്ങിയ ഒരുപാട് ഖിസ്മുകളെ കുറിച്ച്, ഒരു സ്റ്റേഷനറി, ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ സെക്ഷൻസിനെ കുറിച്ച് നമ്മൾ കൃത്യമായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ ചർച്ച ചെയ്തതാണ്. ആ ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെയാണ് സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട സെക്ഷൻസുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നുണ്ട്. അപ്പൊ മക്കൾ നിർബന്ധമായിട്ടും ക്ലാസ്സുകളിലേക്ക് കടന്നു വരണം. അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച്, മക്കാരിമുൽ അഖ്ലാഖിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നൊക്കെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കവിതയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ അവസാനമായി നിങ്ങളിലേക്ക് ഊട്ടിയുറപ്പിക്കുവാനാണ് സാർ അവസാനം ലക്ഷ്യമിടുന്നത്. 6ാം ക്ലാസ് ഉയർന്ന മാർക്കോട് കൂടി പരീക്ഷ എഴുതി ജയിക്കുന്ന മക്കളുടെ കൂട്ടത്തിലായിരിക്കണം നമ്മുടെ ക്ലാസ്സുകൾ കണ്ട കുട്ടികൾ ഉണ്ടാകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തുടങ്ങിയ ഒരുപാട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവുകളാണ്, ക്ലാസ്സുകളാണ് നമുക്ക് മുൻപിലുള്ളത്. കൃത്യമായി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ ലൈവിൽ കാണാം, നാളത്തെ ലൈവിൽ കാണാം. അതുവരേക്കും മാസ്സലാം.